രാജ്യത്ത് പെട്രോൾ ഡീസൽ വില അനുദിനം വർദ്ധിച്ചു വരികയാണ് എന്നുള്ള കാര്യം ആവർത്തിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരത്തിൽ പെട്രോൾ ഡീസൽ വില അനുദിനം വർദ്ധിക്കുന്നതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത് ഇക്കാര്യത്തിൽ BJP നേതാക്കളും BJP അനുകൂലികളും നടത്തുന്ന ന്യായീകരണങ്ങളാണ്. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നതിന്റെ ഒരംശം മാത്രമേ കൂടുന്നുള്ളൂ എന്ന് പറഞ്ഞത് BJPയുടെ ഏത് നേതാവാണ് എന്നും അദ്ദേഹം അലങ്കരിക്കുന്ന സ്ഥാനം ഏതാണെന്നുമൊക്കെ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ ചാനൽ നടത്തിയ പരിപാടിയിൽ ഒരു BJP അനുകൂലകൻ പറഞ്ഞത് തക്കാളിക്ക് പകരം പുളി ഉപയോഗിക്കുന്നത് പോലെ പെട്രോൾ ഡീസലുമൊക്കെ മാറി ഉപയോഗിച്ച് അതിന്റെ വിലയെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ്. ഇത്തരത്തിൽ മനുഷ്യനെ വട്ടുപിടിപ്പിക്കുന്ന ന്യായീകരണങ്ങളാണ് പെട്രോൾ ഡീസൽ വിലയിൽ BJP നേതാക്കളും BJP അണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് അസമിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ബബേഷ് കലിത പറഞ്ഞത് അസമിൽ പെട്രോളിന് 200 രൂപയായാൽ ഒരു ബൈക്കിൽ 3 പേർക്ക് ഇരുന്നു പോകാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കുമെന്നാണ്. കേൾക്കുമ്പോൾ ബബേഷ് കലിത ഇതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് തോന്നും. പക്ഷെ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ് ഈ തമാശ പറഞ്ഞത്. അതായത് അസമിൽ 200 രൂപ പെട്രോളിനായാൽ 3 പേർക്ക് ഒരു ബൈക്കിൽ സഞ്ചരിക്കാമെന്നും 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളുള്ള ബൈക്കുകൾ നമ്മൾ നിർമ്മിക്കുമെന്നാണ് അസം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ബബേഷ് കലിത പറഞ്ഞത്. എന്നാൽ ബബേഷ് കലിത ഇത്തരത്തിലൊരു മണ്ടത്തരം പറഞ്ഞ നാവ് അകത്തിടുന്നതിനേക്കാൾ മുമ്പ് അതിനെപ്പോലും വെല്ലുന്ന മറ്റൊരു മണ്ടത്തരവുമായി എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഒരു BJP മന്ത്രി. ഉത്തർപ്രദേശിലെ യുവജനക്ഷേമ മന്ത്രിയായ ഉപേന്ദ്ര തിവാരിയാണ് പെട്രോൾ ഡീസൽ വിലയെ ന്യായീകരിച്ചുകൊണ്ട് വലിയൊരു ആന മണ്ടത്തരം വിളമ്പിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് രാജ്യത്തെ 95% ജനങ്ങളും പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്നാണ്. കൂടാതെ ഈ ഉപേന്ദ്ര തിവാരി പറയുന്നത് 4 ചക്രമുള്ളവർ മാത്രമാണ് ഈ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ഇരുചക്ര വാഹനമുള്ളവർ ഏത് ഇന്ധനം ഉപയോഗിച്ചാണ് വാഹനം ഓടിക്കുന്നത് എന്നുള്ളത് BJPയുടെ മന്ത്രി കൂടിയായ ഈ ഉപേന്ദ്ര തിവാരി പറയേണ്ടതുണ്ട്. കൂടാതെ ഇദ്ദേഹം ഇത്തരത്തിൽ പല ന്യായീകരണങ്ങളുമാണ് പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ നടത്തിയിരിക്കുന്നത്. 95% ജനങ്ങളും പെട്രോൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതും 4 ചക്രമുള്ളവർ വാഹനമാണ് പെട്രോളും ഡീസലും ഉപയോഗിക്കുന്നതും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉപേന്ദ്ര തിവാരിയുടെ ഈ ന്യായീകരണ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. पेट्रोल और डीजल बिजली की सप्लाई सरकार कर रही है। आज चंद मुट्ठी भर लोग हैं जो 4 व्हीलर गाड़ियों से चलते हैं, जिनको पेट्रोल की उपयोगिता है। आज समाज के अंदर 95% लोग हैं जिनको पेट्रोल की आवश्यकता नहीं है।